الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وأصحابه ومن سار على نهجه واستنى بسنته إلى يوم الدين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أليس ذلك بقادر على أن يحيي الموتى വേദിയിലുള്ള വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ എന്ന മഹത്തായ പ്രബോധന കൂട്ടായ്മയുടെ ബഹുമാന്യരായ പണ്ഡിതന്മാരെ, നേതാക്കളെ, ഇന്നലെ ഉച്ച മുതൽ ഈ സമ്മേളനത്തോളം അല്ലെങ്കിൽ ഈ സമ്മേളനത്തിലേറെ ഗൗരവപൂർവം കാര്യങ്ങൾ മനസ്സിലാക്കി ഇവിടെ എത്തിച്ചേർന്ന ബഹുമാന്യരായ എന്റെ സഹോദരങ്ങളെ, സഹപ്രവർത്തകരെ, രക്ഷിതാക്കളെ, നാട്ടുകാരെ, അല്ലാഹു ഈ മഹത്തായ ദൗത്യം നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ജീവിതത്തിൽ നമ്മൾ കാണുന്ന ചില ചിത്രങ്ങളും ചില കാഴ്ചകളും ചില അനുഭവങ്ങളുമൊക്കെ തികച്ചും തീവ്രവും അതിമനോഹരവുമായ ചില സന്ദേശങ്ങൾ നമുക്കും നമ്മെപ്പോലെയുള്ള ഒരുപാട് ആളുകൾക്കും കൈമാറുന്നതായിരിക്കും. ഏതോ ദിക്കിലെ, ഏതോ ചിത്രത്തിലെ, ഏതോ ഫോട്ടോയിലെ ഒരു കാഴ്ചയെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഇന്ന് രാവിലെ ശരിക്ക് 6 കേന്ദ്രങ്ങളിലായി വയനാട് ജില്ലയുടെ മുക്കുമൂലകൾ പൂർത്തീകരിക്കുന്ന നമ്മുടെ പ്രൊജക്ടിന്റെ ഭാഗമായി പ്രവർത്തകരുടെ ഒഴുക്കായിരുന്നു. അപ്പൊ ഇവിടെ ഉണ്ടായിരുന്ന നമ്മുടെ ബഹുമാന്യരായ പ്രവർത്തകർ ഓരോ പ്രദേശങ്ങളിലും ഇറങ്ങാൻ വേണ്ട ചില പ്ലാനിങ്ങുകൾ സാധാരണഗതിയിൽ നമ്മൾ ഉണ്ടാക്കാറുണ്ട്. അവർക്കറിയാത്ത പ്രദേശങ്ങളിൽ അവർക്ക് എത്തിച്ചേരാനുള്ള ചില ശ്രമങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അപ്പൊ അത്തരം ചില കടലാസു കഷ്ണങ്ങൾ കൊടുക്കാനില്ലാതെ എവിടെ ആളുകളെ പറഞ്ഞേക്കും എന്ന ചെറിയൊരു പ്രതിസന്ധി. അത്രയധികം ആളുകൾ ആവേശപൂർവ്വം, വിവിധ പ്രായക്കാരായ ആളുകൾ, നിങ്ങളുടെ പരിസരങ്ങളിൽ നിങ്ങളുടെ തൊട്ടടുത്തിരിക്കുന്ന ആളുകളെ നിങ്ങൾ പരിശോധിച്ചാൽ മതി. 75-80 വയസ്സായ ആളുകൾ മുതൽക്ക് മാഷാ അല്ലാഹ് ഈ ഡോർ ടു ഡോറിന്റെ ഭാഗമായി എത്തിയിട്ടുണ്ട്. അപ്പോ അത്തരം ഒരു കാഴ്ചയാണ് ഞാൻ പറയുന്നത്. അവസാനം ഇനി ആരെയും പറഞ്ഞേക്കുന്നില്ല എന്ന് പ്രഖ്യാപിച്ചതിന്റെ ശേഷം വളരെ ചെറിയ പ്രായമുള്ള ഒരു കുട്ടിനോട് അവന് ടീമിൽ കയറാൻ അവസരം കിട്ടിയപ്പോ കാരണവരായ ഒരു 70 വയസ്സിലധികം പ്രായമുള്ള നമ്മുടെ ഒരു കാരണവര് അഭ്യർത്ഥിക്കണ്ട, ഞാൻ പോകട്ടെ, എനിക്ക് കഴിഞ്ഞ 2 ഡോർ ടു ഡോറിനും വരാൻ പറ്റിയിട്ടില്ല, ഞാൻ അതുവരെ വന്നതല്ലേ, ഞാൻ പോകട്ടെ എന്നാണ്. ഈ ഒരു മനസ്സാണ് യഥാർത്ഥത്തിൽ ഈ ഒരു കൂട്ടായ്മ നിലനിൽക്കുന്നതിന്റെ, ഈ ഒരു മുന്നേറ്റം നിലനിൽക്കുന്നതിന്റെ അടിസ്ഥാനമെന്നത് നമ്മൾ ഓരോരുത്തരും മനസ്സിൽ എഴുതി വെക്കണം. ഞാൻ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് വിശ്രമിച്ചോളാം, കുട്ടികളൊക്കെ പോയിക്കോട്ടെ എന്നല്ല ആ കാരണവർ ആലോചിച്ചത്. ശരിക്കൊരു ഭയങ്കര സീനാണത്. അതൊരു ക്യാമറയിൽ പകർത്തി ഒരു 3 മിനിറ്റിന്റെ വീഡിയോ ആക്കി ലോകത്തിന് കൊടുത്താൽ, ഇസ്ലാമിക ലോകത്തിനു വേണ്ടി ലോകം ഇന്ന് ആവശ്യപ്പെടുന്ന ഏറ്റവും ശക്തമായ മെസ്സേജാണത്. ചുണ്ടുകളിൽ വിടർന്നിരുന്ന പുഞ്ചിരികൾ അസ്തമിക്കുകയും വിദ്വേഷത്തിന്റെയും വിവേകമില്ലായ്മയുടെയും പുതിയ തലങ്ങളിലേക്ക് അയൽപക്ക ബന്ധങ്ങളും അടുപ്പങ്ങളും മാറ്റി പറിച്ചു നടപ്പെടുകയും ചെയ്യുന്ന ഒരു കാലത്ത് ലോകത്തെ 22,000 മീഡിയകൾ വഴി ഇസ്ലാം പേടി മനുഷ്യ മസ്തിഷ്കങ്ങളിൽ സന്നിവേശിപ്പിക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ നടക്കുന്ന ഒരു കാലത്ത് എനിക്കറിയുന്ന സത്യങ്ങൾ ഞാൻ ലോകത്തോട് പറയട്ടെ എന്ന ഒരു മനസ്സ്, ചുരം കയറി വന്ന എനിക്ക് പോകാൻ നീ അവസരം തരണം, ഇനി ഇവിടെ നിന്ന് ആരെയും ഈ ക്യാമ്പിൽ നിന്ന് പറഞ്ഞേക്കുന്നില്ല, ബാക്കിയുള്ള ആളുകൾ എല്ലാവരും കൂടി നഗരിയിലേക്ക് പോവുകയാണ് എന്ന അനൗൺസ്മെന്റ് വരുമ്പോൾ ഓടിയെത്തി അദ്ദേഹം റിക്വസ്റ്റ് ചെയ്യുന്ന ആ ഒരു റിക്വസ്റ്റിന്റെ ആ ഒരു അഭ്യർത്ഥനയുടെ മനസ്സ് തീർച്ചയായും നമുക്ക് പാലിക്കാൻ കഴിയണം. കാട്ടിക്കുളം മുതൽ പുൽപ്പള്ളിയും തിരുനെല്ലിയും മാനന്തവാടിയും തലപ്പുഴയും എരുമാടും ബത്തേരിയും മുത്തങ്ങയും മേപ്പാടിയും വടുവഞ്ചാലും വെള്ളമുണ്ടയും പടിഞ്ഞാറത്തരയും വൈത്തിരിയുമൊക്കെ ഒരുപക്ഷെ വയനാടിന്റെ വേലിക്കല്ലുകളായി, അതിർത്തിക്കല്ലുകളായി സർക്കാർ നിശ്ചയിച്ച തമിഴ്നാടിന്റെ ഓരങ്ങളോട് ചേർന്ന് നിൽക്കുന്ന പ്രദേശങ്ങളിൽ ഇപ്പോഴും നമ്മുടെ പ്രവർത്തകർ ഡോർ ടു ഡോർ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവരെ ഏൽപ്പിച്ച ടാസ്ക് പൂർത്തീകരിച്ച്
സന്ധ്യ മയങ്ങുമ്പോഴേക്ക് ഏറ്റവും നല്ല രീതിയിൽ, ഏറ്റവും ഗംഭീരമായി, ഏറ്റവും സന്തോഷ വാർത്തകളോടുകൂടെ അവർക്ക് വരാൻ കഴിയട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ നാം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. സഹോദരങ്ങളെ, തീർച്ചയായും ഈ നഗരിയുടെ പല ഭാഗങ്ങളിലായി ഞങ്ങൾ ക്ഷണിച്ചവരെത്തിയിട്ടുണ്ട് എന്ന് ഇതിലെയുള്ള നടത്തത്തിന്റെ ഇടയ്ക്ക് നമ്മുടെ സഹപ്രവർത്തകർ നമ്മളോട് പങ്കുവെക്കുന്നുണ്ട്. അങ്ങനെ എത്തിയവരോടാണ് ചില കാര്യങ്ങൾ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. ശരീരത്തിലെ ചർമ്മങ്ങൾ ചുളിഞ്ഞു തുടങ്ങിയ, ശരീരത്തിലെ രോമങ്ങൾ നരച്ചുപോയ, ശരീരത്തിലെ അസ്ഥികൾക്ക് ക്ഷയം സംഭവിച്ചു തുടങ്ങിയ ആ കാരണവരും അദ്ദേഹത്തെ പോലെ ആളുകളും നാളെ ഒരുപക്ഷേ നാളെയോ മറ്റന്നാളോ പരീക്ഷ എഴുതേണ്ടവരുമൊക്കെ അവരുടെ പാഠവും പരീക്ഷയുമൊക്കെ നേരത്തെ പഠിച്ചു തീർത്ത് പരീക്ഷാ ഹാളിലേക്ക് അങ്ങോട്ട് ചെന്നാലും കുഴപ്പം വരാത്ത രീതിയിൽ പ്രീ പ്ലാനിംഗ് ഉണ്ടാക്കി അവരിവിടെ വരാനുള്ള കാരണം എന്താണ്? അടുത്ത തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്നത് കൊണ്ടല്ല, അതല്ലെങ്കിൽ വ്യക്തിപരമായ എന്തെങ്കിലും നേട്ടങ്ങൾ കിട്ടിയതുകൊണ്ടല്ല, വ്യക്തിപരമായി ദുന്യവിയായ എന്തെങ്കിലും നേട്ടങ്ങൾ ലഭിക്കുന്നത് കൊണ്ടല്ല, മറിച്ചതൊരു ബാധ്യതയാണെന്നും ഇത് ഏറ്റവും അടിസ്ഥാനപരമായ ഒരു വിശ്വാസിയുടെ ഉത്തരവാദിത്തമാണ് എന്നും ഒരു മുഅ്മിൻ മനസ്സിലാക്കുന്നു. എന്താണ് പ്രവാചക സമൂഹത്തിന്റെ ഉത്തരവാദിത്തം? ലിതകൂനു ശുഹദാ അലന്നാസ്, ജനങ്ങൾക്ക് സാക്ഷിയാകാൻ വേണ്ടി, വയകൂനർ റസൂലു അലൈക്കും ഷഹീദ. മദീനയുടെ മണ്ണിൽ, മക്കയുടെ പ്രാന്തപ്രദേശങ്ങളിൽ, ജസീറത്തുൽ അറബിന്റെ വിവിധ ദേശങ്ങളിൽ ജീവിച്ചു കാണിച്ച പ്രവാചക ജീവിതത്തിന്റെ യഥാർത്ഥ ദർശനങ്ങളെയും കാഴ്ചപ്പാടുകളെയും ലോകത്തിന്റെ വിവിധ തലങ്ങളിലും വിവിധ ഭാഗങ്ങളിലും എത്തിക്കുക എന്ന മഹത്തായ ഉത്തരവാദിത്തമാണ് വിശ്വാസികളെ നിങ്ങൾക്ക് എന്ന ആ ഉത്തരവാദിത്ത നിർവഹണമാണ് ഇവിടെ നടക്കുന്നത്. ഒരാൾ ഒരു ഗർഭപാത്രത്തിന്റെ ഉള്ളിലേക്ക് കയറി ചെന്നു എന്ന് വിചാരിക്കുക. ആ ഗർഭപാത്രത്തിന്റെ ഉള്ളിൽ യൂട്രസിന്റെ ഭിത്തികളിൽ അള്ളിപ്പിടിച്ചു വളർന്നുണ്ടായ ഒരു മനുഷ്യരൂപം, ഒരു മനുഷ്യക്കുഞ്ഞ് പൂർണ്ണതയിലെത്തിയ 9-ാം മാസത്തിലെത്തുന്ന ആ മനുഷ്യൻ ആ വളർച്ചയെത്തിയ കുഞ്ഞിനോട് പറയുന്നു, മോനെ, ഏതാനും മണിക്കൂറുകൾ കഴിയുമ്പോൾ നീ ജനിക്കും. ജനിച്ചതിന്റെ ശേഷം നീ ഭൂമിയിലെത്തും. ഭൂമിയിൽ മരങ്ങളുണ്ട്, മനുഷ്യരുണ്ട്, മാതാപിതാക്കളുണ്ട്. ആർത്തുകരഞ്ഞു ജനിച്ചു വീഴുന്ന നിന്നെ കൈത്തണ്ടയിലേക്ക് ചേർത്ത് വെച്ച് മാരിടത്തിലേക്ക് അമർത്തിവെച്ച് അമ്മിഞ്ഞു തരുന്ന നിന്റെ ഉമ്മയുണ്ട്, ഉപ്പയുണ്ട്, അങ്ങനെ പലതുണ്ട് എന്ന് പറയുമ്പോ ആ കുഞ്ഞു പറയാണ്, അങ്ങനെയൊന്നും സംഭവിക്കില്ല, എന്റെ ലോകം ഇതുതന്നെയാണ്, ഇതല്ലാത്തൊരു ലോകം എനിക്കില്ലെന്ന് ഒരു കുഞ്ഞു പറഞ്ഞാൽ ആ കുഞ്ഞിന്റെ സ്ഥാനത്താണ് സെമിത്തേരികളിലെ പെട്ടികളിൽ അടക്കപ്പെട്ടതിന് ശേഷം, പുണ്യഗംഗാ തീർത്ഥങ്ങളിൽ ഒഴിക്കപ്പെട്ടതിന് ശേഷം, പള്ളിയങ്കണങ്ങളിൽ അടക്കം ചെയ്യപ്പെട്ടതിന് ശേഷം ഇനി ഞാൻ തിരിച്ചു വരില്ല എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തി, വിശുദ്ധ ഖുർആൻ ബുദ്ധിയോടാണ് സംവദിച്ചത്, ബുദ്ധിയോടാണ് സംസാരിച്ചത്. കേവലം അത് ഒരു വിശ്വാസമായി സ്വീകരിക്കേണ്ടതില്ല. നിങ്ങളുടെ കയ്യിലെ ബുദ്ധിയുടെ മാനദണ്ഡങ്ങൾ കൊണ്ട് അളന്നു നോക്കാനും പഠിച്ചു നോക്കാനും 100,000 ഉദാഹരണങ്ങളിലേക്കും ചിത്രങ്ങളിലേക്കും സൂചിപ്പിച്ചുകൊണ്ട് ഈ ആകാശം, ഈ ഭൂമി, ഇതിലെ നക്ഷത്രങ്ങൾ, ഈ മഹാസമുദ്രങ്ങൾ, ഭൂമിയോളം വലിപ്പമുള്ള 13 ദശലക്ഷം ഭൂമികൾ, ഭൂമിയോളം വലിപ്പമുള്ള 13 ദശലക്ഷം സൂര്യന്മാർ എല്ലാം നശിച്ച് നാമാവശേഷമാകുന്ന ഒരു ദിവസത്തെക്കുറിച്ച്, ഒരു നിമിഷത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആനും തിരു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പഠിപ്പിച്ചിട്ടുണ്ട്. വെള്ളം കുടിക്കുന്ന വ്യക്തിയുടെ വെള്ളത്തിന്റെ ഗ്ലാസും അയാളുടെ ചുണ്ടും തമ്മിലുള്ള വ്യത്യാസത്തിന്റെ ഇടയ്ക്ക് ഭൂമിയിലെ മഹാപ്രതിഭാസങ്ങളും ലോകത്തെ മഹാത്ഭുതങ്ങളും മനുഷ്യന്റെ കണ്ണഞ്ചിപ്പിച്ച കാഴ്ചകളും അവനെ അത്ഭുതപ്പെടുത്തിയ മഹാസംഭവങ്ങളും ഇല്ലാതെയാവുകയും യൗമ തുബദ്ദലുൽ അർളു ഗൈറൽ അർള്, ഭൂമിയല്ലാത്ത മറ്റൊന്നായി മാറ്റപ്പെടുകയും ചെയ്യുമെന്നതാണ്. ഇതാണ് ലോകത്തോട് ഇസ്ലാമിന് പറയാനുള്ളത്. ഈ മഹാസംഭവം വരാനിരിക്കുന്നത് കൊണ്ട് മാലിക് യൗമിദ്ദീൻ, അന്ന് വിചാരണയുടെ ഒരു ദിവസം വരാനുണ്ട്. അന്നത്തെ പ്രത്യേകത ഓരോ മനുഷ്യനും ചെയ്തത് അവന്റെ ഈ കൈകളിൽ ഏട് നൽകപ്പെടും. എന്നിട്ട് ഫവജദു മാമിലു ഹാദിറ, ചെയ്തത് മുഴുവൻ അവൻ കാണുന്ന സാഹചര്യമുണ്ടാകും. ജീവിതത്തിന്റെ ഇരുണ്ട ഇടനാഴികകളിൽ അവൻ നടത്തിയ ഗൂഢാലോചനകൾ, ലോകമുറങ്ങുന്ന രാത്രികളിൽ അവന്റെ സിസ്റ്റത്തിന്റെ മുന്നിൽ, ഗൂഗിളിന്റെ സെർച്ച് എഞ്ചിന്റെ മുന്നിൽ അവന്റെ മാന്യതയുടെ വേഷം മുഴുവൻ അഴിച്ചുവെച്ച് അവന്റെ യഥാർത്ഥ ജീവിത ചിത്രങ്ങളെ അവൻ എടുത്തു പകർത്താൻ ശ്രമിച്ചതിന്റെ നേർക്കാഴ്ചകൾ, ബെഡ്റൂമിലെ അവന്റെ പോലീസാകുന്ന സ്വഭാവം എന്നുവേണ്ട സാമൂഹിക സംവിധാനങ്ങളിലെ അവന്റെ സാന്നിധ്യത്തിന്റെ രൂപം, അവന്റെ അഴിമതിപ്പണ സംവിധാനങ്ങളുടെ കാര്യം എല്ലാം അവന്റെ മുന്നിൽ കാണിക്കപ്പെടുന്ന ഒരു മഹാദിവസം വരാനുണ്ടെന്നും വലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സആ, അതുകൊണ്ട് മനുഷ്യരെ അധ്വാനിച്ചോളൂ, നിങ്ങൾ പരിശ്രമിച്ചോളൂ, നിങ്ങൾ
നിങ്ങൾക്ക് നിങ്ങളുടെ പരിശ്രമം ഉണ്ടാവുകയുള്ളൂ. ആ പരിശ്രമം എങ്ങനെ വേണമെന്നത് ഫാത്തിമ ബീവിയെ വിളിച്ച് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ആരാണ് പ്രവാചകൻ? ലോകത്തിന്റെ മൊത്തം പ്രവാചകനായിട്ടും അള്ളാഹുവിന്റെ ദൂതനായിട്ടും തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഫാത്തിമയെ വിളിച്ച് പ്രവാചകൻ പറയാണ്, ഫാത്തിമ ഖിത്അതു കബദി, നീ എന്റെ കരളിന്റെ കഷ്ണാണ്. പക്ഷേ സലീനി മാശിഅതി മിൻ മാലി, എന്റെ സമ്പാദ്യത്തിൽ നിന്ന് മോൾക്ക് വേണ്ടത് മോള് ചോദിച്ചോ, പക്ഷേ ഒരിക്കലും പരലോകത്തെ ഒരു ഓഹരി നീ ചോദിക്കരുത് എന്ന്. മതങ്ങൾ മനുഷ്യന് കൊടുത്ത മെസ്സേജുകളിൽ ഇടയാളന്മാർ രക്ഷിക്കുന്ന മതമേലാളന്മാർ രക്ഷിക്കുന്ന സംവിധാനമാണ് പഠിപ്പിക്കപ്പെട്ടത്. ഭൂമിയിൽ ഞാൻ 100,000 തെറ്റുകൾ ചെയ്ത് ജീവിച്ചാലും യേശുക്രിസ്തുവിന്റെ കുരിശുമരണത്തിൽ വിശ്വസിക്കുകയും കുരിശ് രക്തത്തിൽ മരിച്ച യേശുവിനെ വിശ്വസിക്കുകയും ചെയ്താൽ അതോടെ എന്റെ എല്ലാ പാപങ്ങളും പുറത്തു കിട്ടി ഞാൻ സ്വർഗീയ ലോകത്തേക്ക് പ്രവേശിക്കുന്നു എന്ന വിശ്വാസമാണ് മതത്തിന്റെ ഒരു ഭാഗം. മറ്റേ ഭാഗമോ, ജീവിതത്തിൽ ഞാൻ തിന്മകൾ ചെയ്താൽ അടുത്തൊരു ജന്മത്തിൽ ഞാൻ പട്ടിയായോ പാമ്പായോ ക്ഷുദ്രജീവിയായോ ജനിക്കേണ്ടി വരുന്നുവെന്ന കാഴ്ചപ്പാടാണ് മറുപക്ഷം. എന്റെ മുരീദാരും നരകത്തിലില്ലെന്നും നരകത്തെ കാക്കുന്ന മലക്കെനിക്ക് ഓഫർ നൽകിയിട്ടുണ്ടെന്നും അതുകൊണ്ട് എന്റെ മുരീദാരും നല്ലവരാകേണ്ടതില്ലെന്നും അവരാരും നല്ലവരല്ലെങ്കിൽ തന്നെ ഞാൻ ഏറ്റവും നല്ലവനാണെന്നും അതുകൊണ്ട് ആ ഒരർത്ഥത്തിൽ അവരെന്റെ ത്വരീഖത്ത് സ്വീകരിച്ചാൽ മതി എന്നതുമാണ് ഇസ്ലാമിൽ നിന്ന് ഒരുപാടകലം നിൽക്കുന്ന സൂഫിസത്തിന് പറയാനുള്ളത്. ഇസ്ലാമിന് ലോകത്തോടൊന്നേ പറയാനുള്ളൂ, വലൈസലിൽ ഇൻസാനി ഇല്ലാ മസാഅ്. മനുഷ്യരെ, നിങ്ങൾക്ക് നിങ്ങളുടെ പരിശ്രമേ ഉണ്ടാകൂ, നിങ്ങൾക്ക് നിങ്ങളുടെ അധ്വാനമേ ഉണ്ടാകൂ. അതുകൊണ്ട് ഓരോ വ്യക്തിയും സ്വയം അധ്വാനിക്കേണ്ടി വരും. അവന്റെ കാഴ്ചപ്പാടുകളെ എടുത്തു പഠിക്കേണ്ടി വരും, നിലപാടുകളെ തുലനം നടത്തേണ്ടി വരും. അതാണ് കേവലം ആട്ടിടയനായ ആ റാബിയുടെ മനസ്സിൽ പോലും പ്രവാചകൻ സന്നിവേശിപ്പിച്ചത്. ആട്ടിടയനായ ആ റാബി 100 കണക്കിന് ആടുകളെയും കൊണ്ട് കൂട്ടിലേക്ക് പോകുമ്പോൾ വീട്ടിലേക്ക് പോകുമ്പോൾ ഖലീഫയായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കാണുകയാണ് ഈ കാഴ്ച. അദ്ദേഹം ചോദിച്ചു, എനിക്ക് നിങ്ങൾ ഒരാടിനെ തരുമോ, എനിക്ക് ഒരാടിനെ തരുമോ എന്ന ചോദ്യത്തിന് അന്ന് ആ മനുഷ്യൻ കൊടുത്ത ഉത്തരം എന്താ? ഇല്ല, നിങ്ങളെ യജമാനനൊന്നും അറിയില്ലല്ലോ. എന്റെ യജമാനൻ അറിയില്ലെങ്കിലും മുകളിൽ ഒരുത്തനുണ്ട് എന്നാണ്. പ്രിയപ്പെട്ടവരെ, എന്നെ കേൾക്കുന്നവരെ, ഈ ഒരു മനസ്സിലേക്ക് നമ്മൾ ഓരോരുത്തരും, നമ്മുടെ നാട്ടിലെ ഓരോരുത്തരും എത്തുന്നിടത്ത് ഒരു പുതിയ സംസ്കൃതി രൂപപ്പെട്ടിട്ടുണ്ട്. ചരിത്രത്തിൽ ധിക്കാരികളായും തെമ്മാടികളായും ജീവിച്ച ഒരു ജനതയ്ക്കിടയിൽ അത്തരമൊരു ചിത്രം യഥാർത്ഥത്തിൽ രൂപപ്പെട്ടിട്ടുണ്ട്. അറേബ്യയുടെ ഒരു സാംസ്കാരിക നിലവാരവും അറബികളുടെ ഒരു രീതിയുമൊക്കെ ചരിത്രത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അവിടെ നിന്ന് എങ്ങനെ ഉത്കൃഷ്ടമായൊരു സമൂഹം ഉണ്ടായി? അള്ളാന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ മനസ്സിലേക്ക് കൊടുത്ത മെസ്സേജ് ഇതായിരുന്നു. ഈ ഒരു മെസ്സേജ് ആയിരുന്നു, ഓരോരുത്തരും പണിയെടുക്കാനുള്ളത് അവനെടുത്ത അവൻ രക്ഷപ്പെടും, ഇല്ലെങ്കിൽ വിചാരണയുടെ വേദി വരാനുണ്ട്, ആ വിചാരണയുടെ വേദിയിൽ ശരിക്കും കഷ്ടപ്പെടും. അത് അറബികൾക്ക് അങ്ങോട്ട് മനസ്സിലായി. ഒരൊറ്റ ദിവസം കൊണ്ട് മദ്യപാനമില്ലാത്ത അറേബ്യ ഉണ്ടായതെങ്ങനെ? മദ്യക്കച്ചവടക്കാർ മദ്യക്കച്ചവടം ചെയ്തിരുന്ന തെരുവിൽ അവരുടെ മദ്യവീപ്പകൾ അവർ തന്നെ തല്ലിയുടക്കുന്ന ഒരു സായാന്തനത്തിന് ഒരു നാട് സാക്ഷിയായതെങ്ങനെ? പോലീസിനെ വിട്ടിട്ടല്ല, നൈറ്റ് പട്രോളിംഗ് വഴിയല്ല, അതല്ലെങ്കിൽ അതിനുവേണ്ടി പ്രത്യേക ബില്ല് പാസാക്കിയിട്ടല്ല, ബില്ലുകൾ മുഴുവൻ ഹൃദയത്തിൽ പാസാക്കി. ഏതാണ് ആ ബില്ല്? മരണത്തിന്റെ ശേഷം മനുഷ്യൻ തിരിച്ചുവരുമെന്നത് റബ്ബെങ്ങനെ ബോധ്യപ്പെടുത്തി? മനുഷ്യ സൃഷ്ടിപ്പിനെ സൂചിപ്പിച്ചുകൊണ്ട് ബോധ്യപ്പെടുത്തി. അയഹ്സബുൽ ഇൻസാനു അൻ യുത്രക സുദാ, മനുഷ്യനെ വെറുതെ അങ്ങോട്ട് വിടുമെന്നവൻ വിചാരിക്കുന്നുണ്ടോ? ആരായിരുന്നു അവൻ? അലം യകു നുത്ഫതം മിൻ മനിയ്യിൻ യുംനാ, മാതാവിന്റെയും പിതാവിന്റെയും ശാരീരിക ബന്ധത്തിൽ നിന്ന് സ്രവിക്കപ്പെടുന്ന കോടിക്കണക്കിന് ഇന്ദ്രിയ ബിന്ദുക്കളിലെ കേവലം കണ്ണിൽ കാണാത്തൊരു ഇന്ദ്രിയ ബിന്ദുവായിരുന്നു അവൻ. ഈ വൈറ്റ് പേപ്പറിൽ ഈ പേന കൊണ്ട് ഞാനൊരു ഡോട്ട് ഇട്ടാൽ ആ ഡോട്ട് അവിടെ കാണും. എങ്കിൽ കാണാത്ത വലിപ്പമെന്ന് പറയുമ്പോൾ അതെത്ര ചെറുതായിരിക്കുമെന്ന് ഓരോരുത്തരും ആലോചിക്കുക. അതായിരുന്നു ഞാനും നിങ്ങളുമൊക്കെ.
ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ജൈനനും ബുദ്ധനും മതമുള്ളവനും മതമില്ലാത്തവനുമൊക്കെ കോടികൾ ആർത്തു വിളിക്കുന്ന ഗാലറികൾക്ക് മധ്യത്തിൽ 100 തികച്ച സച്ചിൻ ടെണ്ടുൽക്കറും ക്യാമറകൾക്ക് മുന്നിൽ തന്റെ വ്യക്തിപരമായ പ്രകടനങ്ങൾ വഴി ആയിരക്കണക്കിന് സിനിമാ പ്രേക്ഷകരെ ആകർഷിച്ച ലോകത്തെ ഏറ്റവും നമ്പർ 1 സിനിമാ സ്റ്റാറും ഇവിടുത്തെ തെരുവിലെ നിയോൺ ബൾബുകൾ അണയുമ്പോൾ ആ നിയോൺ ബൾബുകൾക്ക് താഴെ അന്തിയുറങ്ങുന്ന ചാക്യൻ കീറിലുറങ്ങുന്ന പാവപ്പെട്ട നിരാലംബയായ ഒരു പെൺകുട്ടിയും എല്ലാവരുടെയും സ്റ്റാർട്ടിംഗ് പോയിന്റ് ഒന്നായിരുന്നു. അങ്ങനെ അണ്ഡവാഹിനി കുഴലിലെ ഇന്ദ്രിയ ബിന്ദുവായി അത് യാത്ര തുടങ്ങി. യൂട്രസിന്റെ ഭിത്തികളിൽ അത് അള്ളിപ്പിടിച്ചു. ആ അള്ളിപ്പിടിച്ചതുണ്ടായ രൂപത്തെക്കുറിച്ച് ഖുർആൻ കൃത്യമായിട്ട് പറയാ, ഒന്നും തെറ്റിയിട്ടില്ല. ഉണ്ടായ ആദ്യ നിമിഷത്തെക്കുറിച്ച്, അതിന്റെ പിന്നീടുള്ള പരിണാമങ്ങളെക്കുറിച്ച്, പിന്നീട് അതിന് സംഭവിച്ചതിനെക്കുറിച്ച് ഖുർആനിലെ ഇത്തരം പ്രയോഗങ്ങൾ മുഴുവൻ ഇംഗ്ലീഷ് ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ട് ലോകപ്രസിദ്ധനായ ഒരു എംബ്രിയോ സയൻസിലെ വിദഗ്ധന്റെ അടുത്ത് ചെന്നപ്പോൾ അദ്ദേഹത്തിനത് കൊടുത്തപ്പോൾ സയൻസ് പിന്നീട് അതിന്റെ കാഴ്ചയെ ശക്തിപ്പെടുത്തിയപ്പോൾ, മൈക്രോസ്കോപ്പിക് കാഴ്ചകൾക്ക് ശക്തി പകർന്നപ്പോൾ ഖുർആൻ നടത്തിയ പ്രയോഗങ്ങൾ അപ്രകാരം അട്ടയെപ്പോലെ എന്ന് പറഞ്ഞത് അട്ടയുടെ രൂപത്തിൽ തന്നെ കാഴ്ചകൾക്ക് മുന്നിൽ തെളിയാണ്. ഞാൻ പറയുന്നത് അക്ഷരം പോലും എഴുതാൻ അറിയാത്ത, സ്വന്തം പേര് പോലും എഴുതാൻ പഠിച്ചിട്ടില്ലാത്ത നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇതെങ്ങനെ പറയാൻ സാധിച്ചു? ആട്ടിടയനായി ജീവിക്കേണ്ടി വന്നു, അങ്ങാടികളിൽ കച്ചവടക്കാരനാകേണ്ടി വന്നു, അനാഥത്വത്തിന്റെ വേദനകൾ സഹിക്കേണ്ടി വന്നു, സങ്കടങ്ങളിലൂടെ മുന്നോട്ട് പോകേണ്ടി വന്നു, ഒറ്റപ്പെട്ട ജീവിതത്തിലേക്ക് വഴിമാറേണ്ടി വന്നു, അധാർമികതകളിൽ നിന്ന് മാറി ജീവിക്കേണ്ടി വന്നു. ഒന്നുമറിയാത്ത എന്റെ പ്രവാചകൻ ലോകത്തിന്റെ മുന്നിൽ ഇതാ ചോദിക്കുന്നു, അലമയകുനു തുഫതം മിൻ മനിയുംന ثم كان علقة فخلق فسوى فجعل منه الزوجين الذكر والأنثى أليس ذلك بقادر على أن يحيي الموتى. അതാണ് ചോദ്യം. أليس ذلك بقادر على أن يحيي الموتى. ഈ റബ്ബിനെ മനുഷ്യരെ നിങ്ങൾ പുനർജീവിപ്പിച്ചുകൂടെ എന്നാണ്. മനുഷ്യനെ ബീജമാക്കി, ഭ്രൂണമാക്കി, സിക്താണ്ഡമാക്കി, അവന്റെ ശരീരത്തിൽ അതിശക്തമായ അവയവങ്ങൾ ഓർഗനൈസ് ചെയ്ത് സംഘടിപ്പിച്ച പടച്ച റബ്ബിന് മനുഷ്യരെ നിങ്ങളെ കുഴിമാടങ്ങളിൽ നിന്ന് നിങ്ങളെ ചുട്ടുചാമ്പലാക്കി വലിച്ചെറിഞ്ഞ ഗംഗാ തീർത്ഥങ്ങളിലെ ആ വെള്ളപ്പരപ്പിൽ നിന്ന്, ഓളങ്ങൾക്കിടയിൽ നിന്ന് നിങ്ങളെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുകയില്ലേ എന്നാണ് ഖുർആന്റെ ചോദ്യം. നോക്ക് നിങ്ങൾ, നമ്മൾ ഇന്ന് ഒരു ലഘുലേഖ വിതരണം ചെയ്തു. വയനാട് ജില്ലയിലെ നമ്മൾ പോയ മിക്കവാറും വീടുകളിലൊക്കെ, കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിൽ, പൊതുനിരത്തുകളിൽ ഇതേ ലഘുലേഖ മുമ്പ് നമ്മൾ വിതരണം ചെയ്തിരുന്നു. ആ ലഘുലേഖ ചോദിച്ചൊരു ചോദ്യമുണ്ട്. വിസ്ഡം ഇസ്ലാമിക് മിഷന്റെ ആ ലഘുലേഖ പ്രിപ്പയർ ചെയ്ത ടീമിലൂടെ വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്. എന്താ? മനുഷ്യന്റെ ആമാശയത്തിന്റെ ഉള്ളിലേക്ക് എന്തൊക്കെയാണ് മനുഷ്യനിടുന്നത്? പല ജാതി സാധനം ഇടുന്നു. ആമാശയത്തിന്റെ ഡ്യൂട്ടി എന്താ? അത് അടിച്ച് പരത്തി റെഡിയാക്കല. അതിന് സഹായമാകുന്ന ഹൈഡ്രോക്ലോറിക് ആസിഡുകൾ മനുഷ്യന്റെ ആമാശയത്തിന്റെ ഉള്ളിലുണ്ട് എന്നാണ്. ഇതിലേക്ക് ബ്ലേഡിന്റെ കനമുള്ള ഒരു ഇരുമ്പിട്ടാൽ അത് കത്തിപ്പോകാൻ നിമിഷങ്ങൾ മതി. നമ്മളെ വിരൽ വെച്ചെടുത്ത ഒച്ചേക്ക പിന്നെ കറുത്തിക്കണാണ്. എന്നിട്ട് എന്തേ നമ്മളെ വയറ് കത്തി കരിഞ്ഞ് പുറത്തേക്ക് ചാടാത്ത? ദൈവമില്ല എന്ന് പറയണോനും, എനിക്ക് ചിന്തിക്കാൻ നേരല്ല എന്ന് പറയണോനും, ഇതിങ്ങനെ കഴിഞ്ഞു പോട്ടെ എന്ന് പറയണോനും, കാരണവന്മാരായി പറഞ്ഞു പോകുന്നത് മതി എന്ന് പറയണവരൊക്കെ ചിന്തിക്കുക, എന്താണത് ഇല്ലാത്തത്? ലോകത്തെ 700 കോടി മനുഷ്യരുടെ വയറ്റിന്റെ ഉള്ളിൽ പടച്ച തമ്പുരാൻ ഒരു പാട എല്ലാ 3 ദിവസവും കൂടുമ്പോ മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ടെന്നാണ്. ഈ ഹൈഡ്രോക്ലോറിക് ആസിഡുകളുടെ ഐഫോൺ 6ന്റെ ക്യാമറ കണ്ട് അത്ഭുതം പ്രകടിപ്പിച്ചവർ നമ്മുടെ തന്നെ ഉള്ളിലെ അത്ഭുതങ്ങളെ കാണാതെ പോവുകയാണ്. അത്ഭുതങ്ങളെ കാണുന്നിടത്ത് നമുക്ക് തക്ബീറിന്റെ അർത്ഥം മനസ്സിലാകും. അല്ലാഹു അക്ബർ. അതിന്റെ അർത്ഥം എന്താ? 3 ദിവസം കൂടുമ്പോൾ ഇങ്ങനെ മാറ്റിത്തരാം. അല്ലാഹു അക്ബർ. വലിയോൻ തന്നെ. വിരലും മണ്ടുമ്പോ ആത്മാർത്ഥത കിട്ടും. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. പിന്നെ എനിക്കൊരു ചരടും വേണ്ടിവരില്ല സുഹൃത്തുക്കളെ. ഇതൊക്കെ നിർവഹിക്കണ റബ്ബിനെ വിട്ടിട്ട് CM വലിയുള്ളാഹിന്റെ ജാറത്ത് നിങ്ങൾക്ക് ഞാൻ പോകുമോ? പ്രിയപ്പെട്ടവരെ? അലൈസല്ലാഹു ബികാഫിൻ അബദ.
അള്ളാഹുവിന്റെ അടിമക്കള്ള പോരേ എന്ന ചോദ്യത്തിന് ബലായാ റബ്ബൽ ആലമീൻ, നാഥ നീ മതി, നീയല്ലാതെ വേറെ ആരും വേണ്ടെന്ന് പറയും. എന്തൊക്കെ ദുരന്തം വന്നാലും പ്രിയപ്പെട്ടവൾ ഒരു ദിവസം ഭ്രാന്തിയായി മാറി, അല്ലേ? എന്താ പറയാ, മുഖമക്കനയുടെ സലഫി മക്കനയുടെ ഉള്ളിൽ കഴിഞ്ഞവരായിരുന്നു അവൾ. ഒക്കെ വലിച്ചയച്ച് പുറത്തേക്ക് ചാടുകയാണ്. നമ്മളൊന്ന് കണ്ണു ചിമ്പുമ്പോഴേക്ക് വീടിന്റെ കതക് തുറന്ന് പുറത്തേക്കോടി മാവിൻ കൊമ്പത്താടി ഉലയുന്ന ആത്മാവായി മാറാൻ, ശരീരമായി മാറാൻ അവർ ശ്രമിക്കാണ്. ഉറങ്ങാത്ത കുറെ വീടുകളുണ്ട്. അള്ളാഹു പരീക്ഷണങ്ങളിൽ നിന്ന് എല്ലാവർക്കും മോചനം കൊടുക്കുമാറാകട്ടെ. അത്തരം ഒരു വ്യക്തിക്ക് 1000 ആൾ അയാളോട് ഇന്ന തങ്ങളെടുത്ത് പോകൂ എന്ന് പറഞ്ഞാലും എന്താണ് കമ്പളക്കാടുള്ള മുജാഹിദ് പ്രവർത്തകർ ഒറ്റപ്പെട്ടവരായിട്ടും അവർ ഒറ്റപ്പെട്ടു തന്നെ ജീവിക്കുന്നത്? കാരണം മനസ്സിലാക്കിക്കോളൂ പ്രിയപ്പെട്ടവരെ, മറ്റൊന്നല്ല, ഇങ്ങനത്തെ റബ്ബിനെയാണ് അവർ മനസ്സിലാക്കിയത്. അതുകൊണ്ട് സുബ്ഹാനല്ലാഹ്, അവർ സുബ്ഹാനല്ലാഹ് അങ്ങനെയാണ്, സുബ്ഹാനല്ലാഹ് എന്നല്ല. ഇതങ്ങോട്ട് മനസ്സിലാക്കുമ്പോ സുബ്ഹാനല്ലാഹ് അത്ഭുതത്തോടു കൂടെ നമ്മൾ പറയും. ഈ മഹത്തായ തത്വങ്ങൾ മുഴുവൻ ഉൾക്കൊള്ളുന്ന ഖുർആൻ അത് അള്ളാന്റെ അടുത്ത് നിന്നുള്ളതാ. എന്തുകൊണ്ട് അള്ളാന്റെ അടുത്ത് നിന്നുള്ളതാ? അള്ളാഹുവിന്റെ റസൂലിന് മാത്രം പറയാൻ പറ്റാത്ത നിരവധി കാര്യങ്ങൾ അതിലുണ്ട്. ലബോറട്ടറിയും ലാബും മെഡിസിനും പഠിക്കാത്ത പ്രവാചകൻ യൂട്രസിന്റെ ഉള്ളിലെ മഹാ അത്ഭുതങ്ങളെ കുറിച്ച് പറഞ്ഞെങ്കിൽ അത് ആരാണോ ഗർഭഗ്രഹത്തിൽ അതുണ്ടാക്കി കൊടുക്കുന്നത് അവൻ തന്നെ കൊടുത്തതാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ആ ഖുർആൻ ലോകത്തെ പഠിപ്പിച്ച ജിഹാദിന്റെ അർത്ഥം ലോകം നിർവഹിച്ചത് എങ്ങനെയെന്ന് നമുക്ക് കൃത്യമായി അറിയാം. സുഹൃത്തുക്കളെ, ജിഹാദിന്റെ അർത്ഥം ഞാൻ പറയാം. വയോവൃദ്ധയായ എന്റെ മാതാവിനെ എന്റെ മാരിടത്തിലേക്ക് ചേർത്തി കിടത്തി ഉമ്മച്ചിത ഗുളിക കുടിച്ചോ എന്ന് പറഞ്ഞ് ഗുളിക പൊട്ടിച്ചെന്റെ ഉമ്മയുടെ വായിലേക്ക് ഗുളിക കൊടുക്കുന്നത് ജിഹാദാണെന്ന് എന്റെ മതം എന്നെ പഠിപ്പിക്കുന്നു. ലോകത്തെ ഏത് മീഡിയ ഇത് നിങ്ങളോട് പറഞ്ഞു? ഞാൻ യാത്ര ചെയ്യുന്ന വഴിയിൽ മരണത്തോട് മല്ലിടുന്ന ഒരാൾ ആക്സിഡന്റിൽ കിടക്കുന്നുണ്ടെങ്കിൽ അയാളെ എന്റെ വണ്ടിയിലേക്ക് വലിച്ചു കയറ്റി ഏതോ ഒരു കാഷ്വാലിറ്റിയിലേക്ക് ഞാൻ എന്റെ സിംഗിൾ ഹാൻഡ് ഡ്രൈവിംഗുമായി പായുമ്പോൾ ഞാൻ നടത്തുന്നത് ജിഹാദാണെന്ന് എന്റെ മതം എന്നെ പഠിപ്പിക്കുന്നു. ലോകത്ത് ആര് ഇത് നിങ്ങളെ പഠിപ്പിച്ചു? റോഡ് ക്രോസ് ചെയ്യാൻ കഴിയാതെ നിൽക്കുന്ന വയോവൃദ്ധനായ ഒരു മനുഷ്യനെ സീബ്ര ലൈനും കടത്തിവിട്ട് അയാൾക്ക് എത്തിക്കേണ്ടിടത്തേക്ക് എത്തിക്കുന്നത് ജിഹാദാണെന്ന് എന്റെ മതം എന്നെ പഠിപ്പിക്കുന്നു. ഇത് ലോകത്ത് എത്ര മീഡിയ പഠിപ്പിച്ചു? പ്രിയപ്പെട്ടവരെ, നോക്ക് നിങ്ങൾ, ബിവറേജസ് കോർപ്പറേഷന്റെ ക്യൂബിൽ നിന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു നടന്ന ഒരു മനുഷ്യൻ ചെയ്തത് ജിഹാദാണ്. മയക്കുമരുന്നിന്റെ മ്ലേച്ഛതകളുടെ തോന്നിവാസങ്ങളുടെ പോൺ സൈറ്റുകളുടെ ലോകത്ത് നിന്ന് കണ്ണീരോടുകൂടെ പശ്ചാത്താപത്തോടുകൂടെ ഇനിയില്ലെന്ന് പറഞ്ഞ് മൗസ് ക്ലിക്കുകൾക്ക് വിരാമം കുറിക്കുന്നവൻ നിർവഹിക്കുന്നത് ജിഹാദാണ്. ഈ ജിഹാദ് മീഡിയ പഠിപ്പിക്കുകയില്ല. എന്താ കാരണം? ഇതാ 3 മാസങ്ങൾക്ക് മുമ്പ് അമേരിക്കയിലെ ഏറ്റവും പ്രശസ്തമായ ഏജൻസിയുടെ റിപ്പോർട്ട്, ലൈവ് റിപ്പോർട്ടിംഗ് ചാനൽ പുറത്തുവിട്ടു. ലോകത്ത് ഇന്നും ഫാസ്റ്റ് ഗോയിങ് റിലീജിയൻ ഇസ്ലാമാണ് ലോകത്തെ ഏറ്റവും വേഗതയാർന്ന മതം. എന്താ കാരണം? ഇസ്ലാം സംസാരിക്കുന്നത് മനുഷ്യബുദ്ധിയോടാണ്. മനുഷ്യബുദ്ധിയെ കൊടുത്തത് റബ്ബാണ്. റബ്ബിന്റെ സന്ദേശം റബ്ബ് കൊടുത്ത ബുദ്ധിക്ക് മനസ്സിലാകും. അതിനെ ബാഹ്യ സമ്മർദ്ദങ്ങൾ കീഴടക്കിയിട്ടില്ലെങ്കിൽ എന്നതൊരു സത്യമാണ്. അതുകൊണ്ട് ഇസ്ലാം തീവ്രവാദത്തിന്റെ മതമല്ല, വികാരത്തിന്റെയും വിപ്ലവാവേശത്തിന്റെയും പിച്ചാത്തിയെടുക്കലല്ല ജിഹാദ്. ലോകത്തെ ഒരു മനുഷ്യനെ കൊന്നാൽ 700 കോടി മനുഷ്യരെ കൊന്നതിന് തുല്യമാണ് എന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. അത്രയും മഹത്തായ പാഠങ്ങൾ, യുദ്ധഭൂമിയിൽ പോലും നിങ്ങൾ മിതത്വം പാലിക്കണം എന്ന തത്വമാണ് ഇസ്ലാം ലോകത്തെ ബോധ്യപ്പെടുത്തിയത്. ഈ സത്യങ്ങൾ ലോകത്തെ കേൾപ്പിക്കാനാണ് നമ്മൾ ഇറങ്ങിയത്. ഇതിന്റെ തുടർച്ചകൾ ഉണ്ടാകണം. നമ്മൾ തന്നെ സംഘടിപ്പിക്കുന്ന, നമ്മൾ തന്നെ ക്രമീകരിക്കുന്ന ക്രമീകരണങ്ങളിലെ തകരാറുകളും പാളിച്ചകളും സന്തോഷത്തോടു കൂടെയാണ് നമ്മൾ സ്വീകരിച്ചത്. കുറെ ആളുകൾ കടന്നു വന്നു. ഒരുപാട് ആളുകൾ വന്നപ്പോൾ നമ്മൾ ആഹ്ലാദിക്കുകയാണ് ചെയ്തത്. ഒരാൾ പോലും മുഖം കറുപ്പിച്ചില്ല. 6 കേന്ദ്രങ്ങളിലും ഡോർ ടു ഡോറിന് നേതൃത്വം നൽകിയ പ്രധാന സംഘാടകരിൽ ഒരാളോട് പോലും നിങ്ങൾക്കൊക്കെ എന്തായിരുന്നു പണി എന്നാരും ചോദിച്ചില്ല. കാരണം എന്താണ്? കാരണം മറ്റൊന്നുമല്ല, ഈ ദീന് ഇനി ലോകത്തോട് പറയാൻ നമ്മളെയുള്ളൂ. കേരള നദ്വത്തുൽ മുജാഹിദീൻ എന്ന ആശയപ്രസ്ഥാനം ഒരു സർക്കുലർ വഴി ഉണ്ടായതല്ല. മതഗ്രന്ഥങ്ങൾ പഠിച്ചപ്പോൾ പണ്ഡിതന്മാർക്ക് സത്യങ്ങൾ ബോധ്യപ്പെട്ട സത്യങ്ങൾ വിളിച്ചു പറയാൻ തുടങ്ങി. പ്രതിരോധങ്ങളുണ്ടായി, ആട്ടിയോടിക്കലുകളുണ്ടായി. ആട്ടിയോടിക്കപ്പെടുന്നവർ
ഒന്നിക്കണമെന്ന് ചിന്തിച്ചു. കെ എം മൗലവി ഇതിന് മുന്നിൽ നിന്നു. ആ കെ എം മൗലവി സാഹിബ് അദ്ദേഹം പഠിപ്പിച്ച തൗഹീദ് പറയാൻ ഇനി നമ്മളെ ഉള്ളൂ എന്നത് മൈക്കയുടെ മുന്നിലെ ആവേശപ്രസംഗമായി പരിഗണിക്കുന്നവർ ഒരാവർത്തി കൂടി നമ്മുടെ നിലപാടുകളെ പുനർവിചിന്തനത്തിന് വിധേയമാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ലോകം ഇസ്ലാമിനെ കൂടുതൽ ചോദിക്കുകയാണ്. ഗോണ്ടാനാമോയിലെ തടവറയിൽ ആർത്ത് കരയുന്ന മനുഷ്യരെ കണ്ട ഒരു മനുഷ്യൻ ഇസ്ലാം സ്വീകരിച്ചു. അവിടുത്തെ ജയിലിലെ ഉദ്യോഗസ്ഥൻ കാരണം പറഞ്ഞതെന്താ? പൊട്ടിയ ചുണ്ടുകൊണ്ടവർ ദൈവത്തെ വിളിക്കുന്നത് ഞാൻ കേട്ടു. അല്ലാ അല്ലാ എന്ന വിളി അതെന്നെ അത്ഭുതപ്പെടുത്തി. അവർക്കു നേരെ പട്ടികൾ കുരച്ചു ചാടുമ്പോൾ അല്ലാ എന്നവർ വിളിക്കുന്നത് ഞാൻ കേട്ടു. ആ വാക്കിനെ കുറിച്ച് ഞാൻ പഠിച്ചു. ഞാൻ ഇസ്ലാം സ്വീകരിച്ചു. നോക്ക് നിങ്ങളെ, ട്രംപ് ഇസ്ലാം വിരുദ്ധ പരാമർശം നടത്തി. ട്രംപിന്റെ ഇസ്ലാം വിരുദ്ധ പരാമർശം വന്നപ്പോൾ പഠനവിധേയമായ നിലയ്ക്ക് ഇസ്ലാമിനെ കണ്ട ഒരു ക്രിസ്ത്യൻ ലേഡി അവരവരുടെ ഇസ്ലാം ലോകത്തോട് പ്രഖ്യാപിച്ചു. ഇസ്ലാമിനെതിരെയുള്ള പ്രതിരോധങ്ങൾ പഠനത്തിന്റെ പുതിയ ലോകത്തേക്കുള്ള വാതായനമാണ് തുറക്കുന്നത്. ഓർക്കുക, നമുക്ക് പ്രവാചകൻ പഠിപ്പിച്ച സാമൂഹിക പാഠങ്ങളുണ്ട്. അതറിയാത്തത് കൊണ്ടാണ് സംഘപരിവാർ ശക്തികളിലെ ചില സഹോദരങ്ങൾക്ക് നമ്മളോട് വെറുപ്പ് തോന്നുന്നത്. ഒരുപക്ഷേ ബാബരി മസ്ജിദിന്റെ താഴികക്കുടങ്ങൾ തല്ലി തകർക്കപ്പെട്ട സായാന്തരത്തിലെ ഇന്ത്യൻ കാഴ്ചകൾക്ക് പോലും ഫാസിസത്തിന്റെ ചൂരുണ്ടായിരുന്നു. നമ്മൾ പശ്ചാത്താപത്തോടുകൂടെ ചോദിക്കണം, അയൽപക്കത്തുള്ള രഘുവിനും രാമനും ശ്രീരാമനും ഇസ്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെക്കാളും ആദരവ് അവർക്കിതിനോടുണ്ടാകും. 32 ഹർസേവകർ ഇസ്ലാം സ്വീകരിച്ചപ്പോൾ അവർ ലോകത്തോട് ചോദിച്ചു, എന്തേ ഞങ്ങൾക്ക് നിങ്ങളിത് പറഞ്ഞു തരാഞ്ഞു? 17 കോടി ഇന്ത്യൻ മുസ്ലിങ്ങളോടുള്ള ചോദ്യം. അതുകൊണ്ട് ഓർക്കുക, നമ്മുടെ ആത്മാർത്ഥതയ്ക്ക് ഇനിയും ആവേശം വരേണ്ടതുണ്ട്. അല്ലാതെ നമ്മുടെ വാക്കുകൾക്കും ഡയലോഗുകൾക്കുമല്ല. ഇത് അധ്വാനിക്കേണ്ട സമയമാണ്. ഇത് പണിയെടുക്കേണ്ട സമയമാണ്. എന്താ നമ്മുടെ പണി? പുഞ്ചിരിച്ചുകൊണ്ട് ആളുകളെ കാര്യം ബോധ്യപ്പെടുത്തുക എന്ന ദൗത്യം. അതിന് ഒരുപാട് സംവിധാനങ്ങളുണ്ട്. പീസ് റേഡിയോ ഇന്ന് മഹത്തായ ദൗത്യമായി മാറിയിരിക്കുകയാണ്. ഇന്ത്യൻ ആർമിയുടെ ഹോസ്റ്റൽ മുറിയിലെ അയാളുടെ ഒഴിവ് സമയത്തെ കേൾവിയുടെ സംവിധാനമാണ് പീസ് റേഡിയോ. വിദേശത്തെ തൊഴിൽ സ്ഥലങ്ങളിലെ അർദ്ധരാത്രിയിലെ രാത്രിയേറെ പിന്നിട്ടതിന്റെ ശേഷമുള്ള സമയങ്ങളിലെ പലരുടെയും കേൾവിയുടെ കേന്ദ്രമാണ് റേഡിയോ. ആ അർത്ഥത്തിലൊക്കെ നമ്മൾ ഒരുപാട് പോയി. ഐസിസിനെതിരിൽ റേഡിയോയിൽ നമ്മൾ നടത്തിയ ചർച്ച 29,000 ആളാണ് അന്ന് കേട്ടത്. പറപ്പൂർ ഉസ്താദിന്റെ പ്രസംഗം അന്ന് ലൈവ് ആയി അദ്ദേഹത്തിന്റെ പ്രഭാഷണം വന്നപ്പോൾ അറഫ പ്രസംഗത്തിന്റെ ട്രാൻസ്ലേഷൻ ശ്രദ്ധിച്ചത് 31,000 ആളായിരുന്നു. കേരളത്തിലെ 31,000 ആളായിരുന്നു. നമുക്ക് കിട്ടിയ സംവിധാനങ്ങളാണ്. നേർവഴി എല്ലാ ദിവസവും 5 മിനിറ്റ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നേർപദം വാരിക ഇതാ നമ്മുടെ കൈകളിലേക്ക് എത്താൻ പോകുന്നു. വെറും 3 വർഷം കൊണ്ട് ഈ മുന്നേറ്റങ്ങളൊക്കെ ഉണ്ടായത് നമ്മൾ ദീനിന്റെ ആളുകളായതുകൊണ്ടാണ്. നമ്മുടെ സംഘശക്തി കൊണ്ടോ പ്ലാനിംഗ് വൈഭവം കൊണ്ടോ അല്ല. ദീനിന്റെ ആളുകൾ അല്ലാതെ എപ്പോഴായി മാറുന്നുവോ അപ്പോൾ ഇതോരോന്നും റബ്ബ് പിൻവലിക്കുമെന്നത് ഓർത്ത് മുന്നോട്ട് പോവുക. റബ്ബ് അനുഗ്രഹിക്കട്ടെ. വാഹ് ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.